friends, Namaskaram. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാട ഫ്രൈ ആയിട്ടാണ്. 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മീറ്റാണ് കാട. അതിൽ എത്ര സത്യം ഉണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കാട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി 6 കാട എടുത്തിട്ടുണ്ട്. ഇതിവിടെ കിട്ടുന്ന ഫ്രോസൺ കാടയാണ്. നമ്മുടെ നാട്ടിലെ ഫ്രഷ് കാടയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിൻ്റെ മീറ്റ് കൂടുതലുള്ള ഭാഗത്തൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ കാടയിലേക്ക് വേണ്ട മസാല പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ കാടയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായി പുരട്ടി നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി കാട കുക്കായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നാലും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ പ്രഷർ കുക്ക് ചെയ്ത് കാട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാടയുടെ ഉള്ളിലെ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പിയും ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാവുന്നതാണ്. ഒരു 1/2 സവാള എടുത്താൽ മതി കേട്ടോ. ഇനി കാട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇല്ലേ, അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇടിച്ച മുളകില്ലേ, ചില്ലി ഫ്ലേക്സ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആണ്. ഇനി നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് നമുക്ക് എത്ര മുളക് വേണമെന്ന് മാറ്റം വരുത്താം കേട്ടോ. ഇപ്പം മുളകിൻ്റെ എല്ലാം റോ ടേസ്റ്റ് ഒക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാട ചേർത്ത് കൊടുക്കാം.
കാട കുക്ക് ചെയ്ത കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, അത് കുക്കായി വന്നത്, അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാടയെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള കാട ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ പുറം ഭാഗം എല്ലാം ഫ്രൈ ആയി വന്നാൽ മതി. ഇപ്പോൾ ഇതാ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കാട ഫ്രൈ ഇഷ്ടമായില്ലേ? അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി കാട മേടിക്കുമ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.